ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു 5 മിനിറ്റുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുക. ഈ സഹോദരി പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ കേട്ടു നോക്കുക. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ടല്ലേ, ജാതി മത ഭേദമന്യേ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയും ഒക്കെയാണ് ആ നാട്ടിൽ ജീവിക്കുന്നത്. അവിടെ ജീവിച്ച് പല മേഖലകളിൽ ജോലി ചെയ്ത് അവർ നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ഈ GCC കൺട്രിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെന്ന് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെ പറയാം. കാരണം അവർ കഷ്ടപ്പെടുന്ന പൈസ മുഴുവൻ അയക്കുന്നത് നമ്മുടെ നാട്ടിലേക്കാണ്. എന്നാൽ നമ്മൾ യൂറോപ്പ്, UK അങ്ങനെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെടുന്ന പൈസ അവർ അവിടെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, അവർ ഫാമിലിയായിട്ട് അവിടെ തന്നെ സെറ്റിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഈ അന്നം തരുന്ന നാടിനോട് ചെറിയ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കൂറ് അവിടെ ജോലി ചെയ്യുന്നവർ കാണിക്കണമല്ലോ അല്ലേ. അത്തരത്തിലൊരു കൂറ് കാണിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരിയുടെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 52ാമത് UAE നാഷണൽ ഡേ നടക്കുന്ന സമയത്ത് ഈ ഒരു ഹൈന്ദവ സഹോദരിയും ആ സഹോദരിയുടെ മകളും അവരുടെ രാജ്യത്തോടുള്ള അല്ലെങ്കിൽ അന്നം കൊടുക്കുന്ന രാജ്യത്തോടുള്ള ഒരു കൂറ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പർദ്ദ ധരിച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. പോസിറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് സാധാരണ നമ്മൾ കാണാറുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ വന്ന് തൂറി മെഴുകുന്ന ഈ സംഖ്യനാറികളും കാസാ കൂസന്മാരും പലതരത്തിലുള്ള കമൻറ്റുകൾ ഇടാറുണ്ട്. എന്നാൽ ഈ സ്ത്രീക്ക് വ്യക്തിപരമായി അറിയാവുന്ന അവരുടെ ഒരു ഫ്രണ്ട് കൂടിയായിട്ടുള്ള ഒരു വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ഒരു പരനാറി അവർക്ക് അയച്ചിട്ടുള്ള ഒരു മെസ്സേജിനെ കുറിച്ചിട്ട് ആ സഹോദരി ഒരു വീഡിയോയിൽ വന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. ആളുകളാ നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ കാണാറുണ്ടല്ലേ, ആ രാജ്യത്ത് ജോലി ചെയ്തിട്ട് അവിടുത്തെ പണം സമ്പാദിച്ച് ആ പണം നാട്ടിൽ അയച്ചു കൊടുത്ത് അവരുടെ കുടുംബവും മക്കളും ഒക്കെ സുഖസുന്ദരമായിട്ട് ജീവിക്കുമ്പോഴും ഈ സംഘി കാസ ഓളി നാറികൾ അവിടുത്തെ ഭരണകർത്താക്കളെ കുറിച്ചിട്ടും മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്ക് നമ്മൾ ഒരുപാട് കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്ന ഈ വേട്ടാവളിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 65ഓളം വരുന്ന തീവ്രവാദികളെ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശത്രുരാജ്യമായിട്ട് പാകിസ്ഥാൻ ചോർത്തി കൊടുത്തിട്ടുള്ള 65ഓളം വരുന്ന നാറികളെ പിടിച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു മുസൽമാനെ നിനക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അപ്പം സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്ത ഇവന്മാരാണ് ഈ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ട്, മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് രാജ്യത്തിൻ്റെ നാഷണൽ ഡേ വരുമ്പോൾ ആ അന്നം കൊടുക്കുന്നതിൻ്റെ ഒരു സ്നേഹപ്രകടനം എന്ന രീതിയിൽ അവർ അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ഡ്രസ് കോഡ് ധരിച്ചതിന് ഇവരെ ഇത്രയധികം അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഈ നാറുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ അപമാനമാണ്. ഈ സഹോദരി പറയുന്നതെന്ന് കേട്ടിട്ട് നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, അത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. കിണ്ണം കാച്ചിയ മറുപടിയാണ്, കേട്ടോളൂ. എല്ലാത്തരം സംസ്കാരങ്ങളെയും എല്ലാത്തരം വൈവിധ്യങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഹൃദയമുള്ളവരാണ് നമ്മൾ ഭാരതീയരെന്ന് മേനി നൽകുമ്പോഴും നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്ത് പോയി ജോലിയെടുക്കുകയും ആ രാജ്യത്തിൻ്റെ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട് ഒരല്പസമയം താനും തൻ്റെ മകളും കൂടി ആ നാടിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ പാരമ്പര്യ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്നത് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്തൊക്കെയാണെന്ന് ഈ സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരി പറയുന്നത് കേട്ടു നോക്ക്. നമ്മുടെ നാടും നഗരമൊക്കെ മാറിപ്പോയി നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? കുറച്ചധികം വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ ചില ആളുകൾ നമ്മൾ പോലും അറിയാതെ പലതും ചെയ്യിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ ഇന്നലെ UAEയുടെ 54th നാഷണൽ ഡേ ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോസ്റ്റ് ഇട്ടു. ഞാനും എന്റെ മോളും കൂടെ അബായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. കുറെ ആളുകൾ പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടു, കുറച്ച് ആളുകൾ നെഗറ്റീവായിട്ട് കമന്റ് ഇട്ടു. അതിൽ വന്ന ഒരു കമന്റ് വളരെ കാലമായിട്ട് എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ദേവേട്ടൻ SKP എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വന്ന ഒരു കമന്റ് ആണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം. കാക്ക കുത്തിയോ എന്ന് ചോദിച്ചിട്ടാണ് അയാൾ ആ കമന്റ് തുടങ്ങുന്നത്. അതിന് ബാക്കി ഞാൻ കൊടുത്ത മറുപടിക്ക് അനുസരിച്ചാണ് ബാക്കി ഭാഗങ്ങൾ വന്നത്. അതിൽ അവസാനം അയാൾ ഇങ്ങനെയും പറഞ്ഞു, ഈ ഒരു കുപ്പായം ഇട്ട നിന്നെ ഇനിയിപ്പോ ഈ ഒരു കുപ്പായം ഇട്ടതിനാൽ ഇനിയിപ്പോ അഴാവിൽ എന്റെ തറവാട് അഴാവിലാണ്, അപ്പൊ അവിടുത്തെ ഉത്സവത്തിന് ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം. കൊല്ലാൻ ആളാക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത്രയും വർഗീയവാദികൾ നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എത്ര മുമ്പേ മനസ്സിലാക്കണം. ഇവിടെ ഈ വീഡിയോ കാണുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരും മനസ്സിലാക്കണം, നമുക്കൊക്കെ വിശ്വാസമുണ്ടല്ലേ, നമ്മളൊക്കെ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. ഈ വീഡിയോയിൽ കാണുന്ന ഈ സഹോദരിയുടെ നെറ്റിത്തടത്തിലോട് നോക്കിയേ, പൊട്ടുകുത്തിയിട്ടല്ലേ. ഈ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ പ്രതിഫലനം എന്നോളം അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ പൊട്ടുപോലും ഈ അറബ് രാജ്യത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ വിഹിതത്തിൽ നിന്ന് അവർ വാങ്ങിയിട്ടുള്ളതാണ്. ഈ പൊട്ടുപോലും കുത്തിയത് അവിടുത്തെ അറബികളുടെ കീഴിൽ ജോലി ചെയ്തതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ നാടിനോട് കൂറുള്ളത് കൊണ്ട് അവിടുത്തെ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട് വസ്ത്രം ധരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എതിരെ കലാപാഹനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലവിളി നടത്തേണ്ട കാര്യം എന്താണ്? അതൊക്കെ അങ്ങ് പോകട്ടെ. ഈ പെൺകുട്ടി അപായിട്ടത് തെറ്റാണെങ്കിൽ, ഈ ആക്ഷേപങ്ങൾക്ക് ഇവരെ അർഹതപ്പെട്ടവരാണെങ്കിൽ ഇവരെക്കാൾ മുമ്പ് ആക്ഷേപിക്കപ്പെടേണ്ടത് BJPയുടെ ദേശീയ തലത്തിൽ ഉന്നതമായ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന കൃഷ്ണകുമാർ അല്ലേ. കൃഷ്ണകുമാർ അറിയാത്തവരാരുമില്ലല്ലോ. അവരുടെ മകൾ അഹാന കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ ദുബായിൽ പോവുകയും അവിടുത്തെ ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കുകയും
അപായ ധരിച്ചുകൊണ്ട് അവിടെ എല്ലാം വിഹരിക്കുന്ന ചിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലില്ലേ? എന്തേ അന്ന് കൊലവിളി നിങ്ങൾക്ക് തോന്നിയില്ല? എന്തേ അന്ന് ആക്ഷേപം തോന്നിയില്ല? അന്ന് അപ്പിക്കുപ്പായാണെന്ന് തോന്നിയില്ല? അതുകൊണ്ട് അടുത്ത ഉത്സവത്തിന് നിങ്ങൾ കാണത്തില്ല എന്ന് പറയില്ല? അപ്പം പെങ്ങളോട് ഞാൻ പറയാണ്, പെങ്ങൾ ഇതൊന്നും മതമല്ല, ഇതൊക്കെ രാഷ്ട്രീയമാണ്. മതം എന്താണെന്ന് പോലും ഈ കൂട്ടർക്ക് അറിയത്തില്ല. അതിന്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു തരം ഒരു സമൂഹത്തോടുള്ള അന്ധമായ വിരോധവും എതിർപ്പും കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇനി ഇവരുടെയൊക്കെ എതിർപ്പൊക്കെ മാറ്റാൻ വേണ്ടി നിങ്ങൾ ദുബായിൽ അവിടുന്ന് ജോലി രാജിവെച്ച് ഇവിടെ വന്ന് ഭാരതീയ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുന്ന് കിട്ടുന്ന പാരമ്പര്യ ഏറ്റവും മഹത്വമുള്ള മൂല്യമുള്ള സമ്പത്ത് അത് നമ്മൾ കൈവരിക്കണമെന്ന് വിചാരിച്ച് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലുണ്ടോ? അല്പം മുമ്പ് ഒരു ഹിന്ദു സംഘടനയുടെ നേതാവിന് ഒരു സഹോദരി യുപിയിൽ അവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്താ, ശമ്പളം ഒന്നുമില്ല, ജീവിതമാകെ തകർന്നിട്ട് എന്നെ വിളിച്ചു, മെസ്സേജ് അയച്ചു. ഞാൻ ആ നമ്പർ ഇവിടുത്തെ ഒരു ഹിന്ദു സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവർക്ക് ഏതെങ്കിലും ഇവിടെ നാട്ടിൽ ജോലി ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് താമസിക്കാൻ ഒരു വീടും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അവരുടെ മുഴുവൻ ഡീറ്റെയിൽസിനെ ഇപ്പോൾ കൊടുത്ത് നിൽക്കുകയാണ്. ഈ വീഡിയോ അദ്ദേഹം കൂടെ കാണുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കാൻ പോകുന്ന രാജ്യത്തെ അവിടുത്തെ സംസ്കാരങ്ങൾ, അവിടുത്തെ പൈതൃകങ്ങളൊക്കെ നിങ്ങളൊരു അല്പനേരം ഒന്ന് ആ നാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ പോലും ഈ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു പണിയില്ല. ഇതിനൊക്കെ ആരാന്ന് നിങ്ങൾക്ക് കലങ്ങിൽ കയറി വൈകുന്നേരം കലങ്ങിൽ കയറി അതുമായി വിട്ടുകൊണ്ട് നടക്കുന്നവരെ ഒരു പണിയില്ല, ഒരു തൊഴിലില്ല. ഇവിടുത്തെ ഹിന്ദുവിന്റെ മുസ്ലിമാന്റെ ഒക്കെ അവസ്ഥ എന്താണെന്നറിയോ? കടമുള്ള ഹിന്ദു, കടമുള്ള മുസ്ലിം, അവനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വികാരമുള്ളൂ, ഈ കടം തീർക്കണം. പണിയില്ലാത്ത ഹിന്ദു, പണിയില്ലാത്ത മുസ്ലിം, അവന്റെ ഒറ്റ വികാരം ജോലി നോക്കണം, കുടുംബം പോറ്റണം. ഒരു പണിയുമില്ലാത്ത നാലാംകട വൃത്തികെട്ടവന്മാരാണ് ഇതൊക്കെ എഴുതി വിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അന്നം തരുന്ന നാടാണെങ്കിൽ ആ നാടിനോട് ഏതൊക്കെ രൂപത്തിൽ കൂറ് പുലർത്താൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പുലർത്തുക. ഇതൊന്നും ഇവിടെ നോക്കണം. ഇതൊക്കെ മനുഷ്യർ തിരസ്കരിക്കുന്നേ. ഇവനെയൊക്കെ ആര് നോക്കുന്ന? 5 കാശിന് വിലയില്ലാത്ത ഇവനെയൊക്കെ ആര് ഉൾക്കൊള്ളും? മനുഷ്യരായിട്ട് ജീവിക്കൂ, മനുഷ്യരായിട്ട് എന്നിട്ട് മരിക്കൂ. കഴിയുന്നിടത്തോളം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്യാൻ നോക്കൂ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, ഇത് നമ്മളെക്കാൾ ഇല്ലാത്തവരുണ്ട്. ആരോഗ്യം ഇല്ലാത്തവരുണ്ട്, സമ്പത്തില്ലാത്തവരുണ്ട്, സമയമില്ലാത്തവരുണ്ട്. ഇത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ കൂടി പങ്കുവെക്കുക. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് പെങ്ങളിനകത്ത് നിരാശപ്പെടുന്നു വേണ്ട. ഇങ്ങനെ പലതും വരും, ഇത്തരം കമന്റുകൾക്ക് ഇനിയും വരും. നിങ്ങൾ നോക്കണ്ട. കൃഷ്ണകുമാറിന്റെ മക്കള് അപായിട്ടപ്പോൾ തോന്നാത്ത സോക്കേട് നിങ്ങളോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരുതരം വിഭ്രാന്തിയാണ്. ഒരു പണിയുമില്ലാതെ വൈകുന്നേരം കള്ളും കുടിച്ചോണ്ട് കലങ്ങിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് എഴുതി വിടുന്നതാ. ഇതിനൊന്നും നിങ്ങൾ മറുപടി പറയണ്ട, തിരസ്കരിക്കുക. ഓക്കെ. ഈ ഒരു അറബ് രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ പോലും നിലനിന്ന് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവരുടെ കാശ് നിങ്ങൾക്ക് പറ്റും, പക്ഷെ ഇവരുടെ ഒരു ഡ്രസ്സ് നമ്മൾ ഇടാൻ പാടില്ല. ഇവരുടെ ഒരു ആഘോഷത്തിന് ഭാഗം നമ്മളാവുമ്പോൾ നമ്മൾ വർഗീയവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ. എന്തോന്നടേ ഇത് നമ്മുടെ നാട് ഇത്രയും വികസിച്ചു അല്ലെങ്കിൽ ഇത്രയും ഡെവലപ്ഡ് ആയി എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലുള്ള ആളുകളും ഇവരുടെ ഒരു മെന്റാലിറ്റി ഒന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി, ഈ വെട്ടുപോത്തുകളോട് വേദബോധമായിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ കണക്കാണ് സംഘിനാറികളുടെ മനസ്സും അവരുടെ ചിന്തയും അവരുടെ പ്രവൃത്തികളൊക്കെ ഇത് തന്നെയാണ്. എത്രയോ സംഭവങ്ങൾ നമുക്ക് ഈ GCC കണ്ടിരുന്ന് നമ്മൾ കാണുന്നുണ്ടല്ലേ? എത്രയോ എണ്ണത്തിന് അവിടുന്ന് തലക്കടിച്ച് പറഞ്ഞു വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രാജ്യത്ത് നിന്ന് കഷ്ടപ്പെട്ട് ആ പണം വാങ്ങിച്ച് ആ കുടുംബങ്ങളെ തീറ്റിപ്പോറ്റാം. പക്ഷെ അവർ നല്ലവരല്ല, അവർ മൊത്തം തീവ്രവാദികളാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ നാറുകൾ നമ്മുടെ രാജ്യത്തിന്റെ ശാപമല്ലേ? എവിടെങ്കിലും നമുക്ക് ഇവന്മാരെ കുറിച്ചിട്ടൊരു നല്ല കാര്യം പറയാൻ പറ്റുമോ? ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള, ജനങ്ങൾക്ക് നല്ല സന്ദേശം നൽകുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തികൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ബിഗ് സല്യൂട്ട്. കാരണം അത് പറയാൻ കാണിച്ചിട്ടുള്ള ഒരു ആർജവം ഉണ്ടല്ലോ, അതിന് വലിയൊരു സല്യൂട്ട് കൊടുക്കുക. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നമ്മുടെ ഈ സമൂഹത്തിന് ആവശ്യം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലിപ്പിക്കാൻ നടക്കുന്ന ഇതുപോലുള്ള ചില വേട്ടപ്പട്ടികളെ പൊതുമധ്യത്തിൽ അത് തുറന്ന് കാണിക്കണം. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ കൊള്ളാം, ഇസ്ലാം ആയിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, യവനാണെങ്കിലും ഈ സമൂഹത്തിനെതിരെയും ഈ രാജ്യത്തിനെതിരെയും വരുന്നവനെയൊക്കെ നമ്മൾ തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇവിടെ വൺ സൈഡ് വാർത്തകൾ ചെയ്യുന്നവരാണ് കൂടുതലും. സംഘപരിവാർ പറയുന്നതൊക്കെ അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് അത് മാത്രമാണ് നല്ലതെന്ന് പറഞ്ഞ് തള്ളിക്കൊടുക്കുന്ന ചില മുസംഖ്യ നാറികൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതായത് ഈ ഫസൽ കാരാട്ടിനെ പോലുള്ള, ഹാർപ്പിക് എന്ന് പറയുന്ന ഇവനെ പോലുള്ള കുറെ നാറികളുണ്ടല്ലോ. നീയൊക്കെ ഇത് കാണണം. എന്നിട്ട് നിനക്കൊക്കെ ആത്മാഭിമാനമുണ്ട്, നട്ടലുണ്ട്, നീയൊക്കെ ആണാണെന്ന് പറയാറുണ്ടല്ലോ. ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് നീ ഇതിനൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുന്ന കാണിക്കുക. നീയൊക്കെ ആണുങ്ങളാണെന്ന് നമ്മൾ പറയാം. എന്തായാലും ആണും പെണ്ണും കെട്ട നികൃഷ്ട ജീവഗണത്തിൽപ്പെട്ടിട്ടുള്ള ഊളകളാണ് ഇവന്മാരെല്ലാം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, മാസ് ബിഗ് സല്യൂട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. ഇതുപോലുള്ള ഊളകളെ നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയുക. പിറന്ന രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഈ സംഘിവാഹനങ്ങളാണ് വന്നിരുന്നുകൊണ്ട് രാജ്യസ്നേഹവും അല്ലെങ്കിൽ ഇതുപോലുള്ള കമന്റുകളൊക്കെ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോട്ടോ. ഇവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമന്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.